ഹായ്, ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് ഒരു വെറൈറ്റി ഐറ്റം ആണ്, കിഴിദോശ. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു 5-6 ദോശ അങ്ങോട്ട് ചുട്ടെടുക്കണം. അതിപ്പോ പച്ചരി തേങ്ങയും കൂടെയുള്ള ദോശയാണേലും പച്ചരി ഉഴുന്നും കൂടെയുള്ള ദോശയാണേലും കുഴപ്പമില്ല കേട്ടോ. അതേസമയം ചട്ടിയിൽ കുറച്ച് ചിക്കൻ കറി കൂടെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് ചിക്കൻ അല്ല മട്ടണോ ബീഫോ വേണമെന്ന് വെച്ചാൽ അതും ആവാട്ടോ. അങ്ങനെ നമ്മുടെ വാഴയിലോട്ടെ ആദ്യത്തെ ദോശ അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടാ. പിന്നെ കുറച്ച് ചമ്മന്തിപ്പൊടി, മുകളിൽ ഒരു ദോശ, അതിനുമേളി ഒരു മുട്ട ഓംലെറ്റ്, പിന്നെ ഒരു ദോശ, കൂടെ നല്ല അടിപൊളി ഉള്ളി സാമ്പാറും. ഇനിയിപ്പോ എന്താ, ഒരു ദോശയും കൂടെ വെച്ച് മുകളിൽ കുറച്ച് ചിക്കൻ കറിയും കൂടെ ഒഴിക്കണം. ഫൈനലി 1-2 ദോശയും കൂടി വെച്ചോളൂ കേട്ടാ. ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോ തന്നെ ആ ദോശയുടെയും വാഴയിലയുടെയും ഒക്കെ കൂടെ ഒരു അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടാ. ഇനി നമ്മുടെ വാഴയില കിഴിപ്പരുവാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ആവിയിൽ കിടക്കട്ടെ. അങ്ങനെ പുഴുങ്ങി വന്നിരിക്കുന്ന കിഴി നമ്മൾ തുറക്കാൻ പോവാണേ. ആ ചമ്മന്തിയും സാമ്പാറും മുട്ട ഓംലെറ്റും കൂടെ നമ്മുടെ ചിക്കൻ കറിയും എല്ലാം കൂടെ ദോശയിലോട്ട് അങ്ങോട്ട് പിടിച്ച് കിടന്നിട്ടേ ആ ദോശയുടെ ഒരു പീസ് എടുത്ത് കഴിക്കണം. വെറുതെ പറയില്ല കേട്ടോ, സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു. ആ ചിക്കൻ കാലൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കാലിന്റെ ആരാധികയുടെ കണ്ണിലെ ആദ്യം പെട്ടത് ഈ കാല് തന്നെയാട്ടോ. ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാത്തവരാണേലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ. അപ്പൊ ബൈ.